നന്ദാദേവിയും ശിവാലക്കും രണ്ട് കപ്പലുകൾ. ഈ രണ്ട് കപ്പലുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ എന്ന് ചോദിച്ചവർക്ക് ഇതാ ഉത്തരം. ഹോർമോസ് കടലിടുക്കിലെ അനിശ്ചിതത്വം തുടരുമ്പോൾ യുഎസിൽ നിന്ന് LPG-യുമായി ടാങ്കറുകൾ ഇന്ത്യയിൽ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറും മംഗളൂരു തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. ഇതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷം പരിഹരിക്കാൻ എല്ലാ രാജ്യങ്ങളും ഉൾക്കൊള്ളുന്ന സുരക്ഷാ ചട്ടക്കൂട് എന്ന നിർദ്ദേശം ഇറാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു. മംഗളൂരു തുറമുഖത്ത് എത്തിയ പെക്സിസ് പയനിയർ എന്ന LPG ടാങ്കറിൽ 16,714 ടൺ LPG ആണ് ആകെയുള്ളത്. ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ഊർജ്ജ നീക്കം നിലച്ചതോടെ റഷ്യ, US, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും LPG എത്തിക്കാൻ ഇന്ത്യ ശ്രമം നടത്തിയിരുന്നു. രാജ്യത്തിനകത്തെ LPG ഉൽപാദനം 40% ഉയർന്നു. കഴിഞ്ഞ ദിവസം റഷ്യയിൽ നിന്നുള്ള അക്വാ ടൈറ്റൻ എന്ന ക്രൂഡ് ഓയിൽ ടാങ്കറും മംഗളൂരുവിൽ എത്തി. ചൈനയിലേക്ക് പോകുകയായിരുന്ന ക്രൂഡ് ഓയിൽ ടാങ്കറാണ് റഷ്യ ഇന്ത്യയിലേക്ക് അയച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള ഉപരോധം അമേരിക്ക 1 മാസത്തേക്ക് നേരത്തെ പിൻവലിച്ചിരുന്നു. കൂടുതൽ LPG ടാങ്കറുകൾ ഇനിയും വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ എത്തും. സ്ഥിതി മെച്ചപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ സിലിണ്ടർ വിതരണം 20% കൂട്ടാൻ കേന്ദ്രം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ഒപ്പം അതിഥി തൊഴിലാളികൾക്ക് 5 കിലോ സിലിണ്ടറുകൾ ലഭ്യമാക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം പരിഹരിക്കാനുള്ള ഏത് ശ്രമത്തിനും പിന്തുണ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ അറിയിച്ചിരുന്നു. ഇറാൻ ആണവായുധം വികസിപ്പിക്കില്ല എന്നും ആണവ നിലയങ്ങളുടെ പരിശോധനയ്ക്ക് തയ്യാറെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. ഭാവിയിൽ ഇറാന് നേരെ കടന്നുകയറ്റം ഉണ്ടാകില്ല എന്ന ഉറപ്പു നൽകിയാലേ യുദ്ധം നിർത്തൂ എന്നും പെസഷ്കിയാൻ മോദിയെ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ ഉയർന്ന സംഘർഷാവസ്ഥയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ഉണ്ടായ തടസ്സങ്ങൾ ഇന്ത്യയുടെ LPG ഇറക്കുമതി മാതൃകയിൽ തന്നെ വലിയ മാറ്റത്തിന് കാരണമായിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന പുതിയ കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ നിന്നുള്ള LPG കയറ്റുമതികൾ ആദ്യമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണത്തെ മറികടന്നിരിക്കുന്നു. S&P ഗ്ലോബൽ വ്യവസായ റിപ്പോർട്ടുകൾ അനുസരിച്ച് 2026 മാർച്ച് 19 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയിലെത്തിയ LPG ഏകദേശം 1.76 ലക്ഷം ടൺ US കൂടുതലുള്ള പകരം വിതരണ ഉറവിടങ്ങളിൽ നിന്നാണ് ലഭിച്ചത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണം ഏകദേശം 89,000 ടണ്ണായി കുറഞ്ഞു. ഇതോടെ മൊത്തം ഇറക്കുമതിയിൽ ഗൾഫിന്റെ പങ്ക് ഏകദേശം 34% താഴ്ന്നു. മുൻപ് ഇന്ത്യയുടെ LPG ഇറക്കുമതികളിൽ 90 മുതൽ 95% വരെ പങ്ക് ഗൾഫ് രാജ്യങ്ങൾക്കായിരുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, കപ്പൽ ആക്രമണ ഭീഷണി, ഉയർന്ന ഇൻഷുറൻസ് ചിലവ് എന്നിവ കാരണം ഈ വിതരണ ശൃംഖല തകർച്ച നേരിടുകയാണ്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ പ്രതിസന്ധി ഇന്ത്യയുടെ LPG ഉപഭോഗത്തെയും ബാധിച്ചിരിക്കുന്ന ചില പ്രദേശങ്ങളിൽ ആവശ്യക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ ഇന്ത്യയുടെ എണ്ണ വിപണന കമ്പനികൾ അമേരിക്കയിൽ നിന്നുള്ള LPG ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 2026 വർഷം മുഴുവൻ USA-യിൽ നിന്നുള്ള LPG മുതൽ 2.2 ദശലക്ഷം ടണ്ണായി ഉയരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ മാറ്റം ചില വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള LPG കപ്പലുകൾ സാധാരണ 10-12 ദിവസത്തിനുള്ളിൽ എത്തുമ്പോൾ അമേരിക്കയിൽ നിന്നും എത്താൻ 35 മുതൽ 40 ദിവസത്തോളം എടുക്കുന്നു. ഗതാഗത ചിലവും ഉയർന്നു തന്നെയാണ്. എങ്കിലും ആഭ്യന്തര ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൃഹോപയോഗ ഗ്യാസ് നിറവേറ്റൽ ഈ നീക്കം അനിവാര്യമാണ്. സർക്കാരിന്റെ നിലപാട് വിദഗ്ധർ വിലയിരുത്തുന്നത് ഈ പ്രതിസന്ധി നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ LPG ഇറക്കുമതി തന്ത്രത്തിൽ ദീർഘകാല മാറ്റത്തിന് ഇത് വഴിവെക്കും. അമേരിക്ക പോലുള്ള പകരം വിപണികളിലേക്ക് ആശ്രയം സ്ഥിരമാകാനും സാധ്യത ഉണ്ട് എന്നുമാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.